F1 എന്നുള്ള ഫിലിംഡ് ഫോർ ഐമാക്സ് മൂവി ഏർലി പ്രീമിയർ ഐമാക്സ് ഒത്തി വിത്ത് ലേസറെ കണ്ട എൻ്റെ അഭിപ്രായമാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. F1 ഡയറക്റ്റഡ് ബൈ ജോസഫ് കുസിൻസ്കി, ദ ഡയറക്ടർ ഓഫ് ഒബ്ലീവിയോൺ, ദ ഡയറക്ടർ ഓഫ് ടോപ്പ് ഗൺ മാവറിക്, ദ ഡയറക്ടർ ഓഫ് ട്രോൺ ലെഗസി ഹാസ് ഡൺ ഇറ്റ് അഗെയിൻ. മക്കളെ ഒരു രക്ഷയില്ല, വെറുതെ റേഞ്ച് എക്സ്പീരിയൻസ്, ലൈഫ് ടൈം എക്സ്പീരിയൻസ് ഇൻ ആൻ ഐമാക്സിൽ ഞാൻ ഉൾപ്പെടുത്തുകയാണ്. അമ്മാതിരി വിഷ്വൽ ട്രീറ്റ്. ദിസ് ഈസ് നോ ഇൻട്രസ്റ്റെല്ലാർ, ദിസ് ഈസ് നോ ഡ്യൂൺ, ബട്ട് ഇറ്റ് ഹാസ് ഫൗണ്ട് ഇറ്റ്സ് സ്പേസ് ഇൻ ഐമാക്സ്. ഈ സിനിമ നിങ്ങൾ ഐമാക്സിൽ കുറഞ്ഞ ഒരു തിയേറ്ററിൽ പോലും കാണരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. വെയിറ്റ് ഫോർ ദ ടിക്കറ്റ് പ്രൈസ് ടു കം ഡൗൺ. ഐമാക്സിൽ മാത്രം ഈ സിനിമ കാണാൻ പാടുള്ളൂ എന്ന് ഞാൻ പറയും. അങ്ങനെ ഞാൻ പറയും, കാരണം അമ്മാതിരി വിഷ്വൽ ട്രീറ്റാണ് ഈ പടം. അമ്മാതിരി വിഷ്വൽ ട്രീറ്റ്. ഐമാക്സിൽ കുറഞ്ഞ് ഒരു തിയേറ്ററിലും ഈ സിനിമ കാണരുത് എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. അഥവാ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തന്നെ ഐമാക്സിൽ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ സ്ക്രീൻ എക്സോ 4DX വേറെ എന്തെങ്കിലും സംവിധാനത്തിൽ കണ്ടാവുമെന്ന് ഞാൻ പറയും. ദിസ് ഇസ് എ ഫിലിംഡ് ഫോർ ഐമാക്സ് മൂവി. ഐമാക്സ് ഡിജിറ്റൽ ക്യാമറ വെച്ചാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ ഐമാക്സ് സർട്ടിഫൈഡ് ആയിട്ടുള്ള 1.43:1 റേഷ്യോയിൽ എടുക്കാൻ പറ്റുന്ന ക്യാമറയിൽ 1.90:1 എടുത്തിരിക്കുകയാണ്. കാരണം കൂടുതൽ സ്ക്രീനിൽ ഫിറ്റ് ആവട്ടെ എന്ന് വെച്ചിട്ടായിരിക്കും ഡയറക്ടർ അങ്ങനെ ചെയ്തിരിക്കുന്നത്. പുള്ളിയുടെ ഇതിന് മുന്നത്തെ സിനിമയായിട്ടുള്ള ടോപ്പ് ഗണ്ണും അങ്ങനെയാണ് ചെയ്തത്. 1.90:1 പുള്ളി ഐമാക്സിൽ കാണിച്ചത്. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ആ സിനിമ കാണാൻ പറ്റിയില്ല. ഞാൻ ഇപ്പോഴും മാരകമായിട്ട് റിഗ്രറ്റ് ചെയ്യാണ് ആ സിനിമ ഞാൻ ബ്രോഡ്വേ ഐമാക്സിൽ പോയി കാണാത്തതിൽ. അതേപോലെ തന്നെ ഇഫ് യു ആർ എ ഫാൻ ഓഫ് കാർ റേസിംഗ്, ഇഫ് യു ആർ എ ഫാൻ ഓഫ് ഗെയിംസ്, ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് കാണേണ്ട ഒരു പടമായിരുന്നു ഐമാക്സിൽ ഗ്രാൻ ടൂറിസ്മോ. എൻ്റെ മടി കാരണം, അന്ന് ഞാൻ മാരക മടിയനായിരുന്നു, എൻ്റെ മടി കാരണം ഞാൻ പോവാതിരുന്നതാണ്. അതിന് ഞാൻ ഓരോ ദിവസവും റിഗ്രറ്റ് ചെയ്യാണ്. എനിക്ക് പറയാനുള്ള ഈ സിനിമ നിങ്ങൾ ഐമാക്സിൽ കാണണോടെ. എന്തൊക്കെ കാരണം വെച്ചാലും ഈ സിനിമ കാണുകയാണെങ്കിൽ ഐമാക്സിൽ കണ്ടാൽ മതി. കാരണം ഇത് അമ്മാതിരി കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. ബ്രാഡ് പിറ്റ് ഹാസ് ഷോൺ ജസ്റ്റിസ് ടു ദ റോൾ. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിലെ ക്യാരക്ടർ പുള്ളി അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അവിയർ ബാർഡം എൻ്റെ പൊന്നോ, മുത്താണ് നിങ്ങൾ, മുത്ത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള നടനാണ് പുള്ളി. ഇതിനകത്തും വളരെ രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോഴും എനിക്കൊരു കാര്യം ഞാൻ തുറന്ന് പറയാണ്, കഥ വൈസ് എനിക്ക് ഗ്രാൻഡ് ടൂറിസ്മോ കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. കാരണം ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി. ദിസ് ഈസ് ഫിക്ഷണൽ എന്നാണ് എനിക്ക് ഫീൽ ആയിട്ടുള്ളത്. മേ ബി ബേസ്ഡ് ഓൺ എ ലൂസ് ത്രെഡ്, അല്ലെങ്കിൽ ഒരു ഫിക്ഷണൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എന്തെങ്കിലും സംഭവിക്കാം. ഞാൻ എങ്ങും ഇത് ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറി എന്ന് കണ്ടിട്ടില്ല. ഇഫ് ഐ എം റോങ്, സോറി ഇൻ അഡ്വാൻസ്. പക്ഷേ ഞാൻ ഒന്നും കണ്ടിട്ടില്ല ഇത് ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറി ആണെന്നുള്ള രീതിയിൽ. പിന്നെ അതുപോലെ എനിക്ക് മാറി ഇഷ്ടമുള്ള പടമാണ് ഫോർഡ് വേഴ്സസ് ഫെറാറി, അതുപോലെ റഷ്. വെറുതെ റേഞ്ച് സിനിമകളാണ്. സ്പീക്കിംഗ് ഓഫ് റഷ്, ഇങ്ങനെ കുറേ സിനിമകളുണ്ട്. ഡേയ്സ് ഓഫ് തണ്ടർ, കാർ റേസായിട്ട് ബന്ധപ്പെട്ട ഈ ഇഷ്ടം പോലെ സിനിമകൾ എല്ലാം എനിക്ക് മാരക ഇഷ്ടമുള്ളതാണ്. ദിസ് ഇസ് നോ ലെസ് ആൻഡ് ഇറ്റ് ഈസ് എ ഗംഭീര വിഷ്വൽ ട്രീറ്റ്. അതിഗംഭീര വിഷ്വൽ ട്രീറ്റ് ദാറ്റ് നീഡ്സ് ടു ബി എക്സ്പീരിയൻസ്ഡ് ഇൻ ഐമാക്സ്. ഈ ഐമാക്സ് ക്യാമറ മൗണ്ട് ചെയ്തിട്ട് ഇവർ എന്തൊക്കെ ഷോട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത്. പുള്ളീനെ നമ്മൾ ഓൾറെഡി ടോപ്പ് ഗൺ മാവറിക് ചെയ്ത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ഇതിങ്ങനെ ഒരു ക്യാമറ വെച്ചിട്ട് എന്താണ്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത്. എന്തോ വിഷ്വൽസ് ഒക്കെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. എന്തൊക്കെ ആംഗിളാണ് എൻ്റെ മോനെ. ദി ഷിയർ സ്കെയിൽ ഓഫ് ദിസ് മൂവി അമ്മാതിരി സ്കെയിലിൽ. അബുദാബി സർക്യൂട്ട്, അവിടെ ഇവിടെ ഹംഗറി, മാറ്റേത് മാർജാഗിരി. എൻ്റെ മോനെ എന്തൊരു റിച്ച് ഫ്രെയിംസ്, എന്തൊരു റിച്ച് ആയിട്ടുള്ള ഒരു. നമുക്ക് ഈ സിനിമയ്ക്ക് ഇത്രയും $1 മില്യൺ മുടക്കിയിട്ടുണ്ടെന്ന് ഒരാൾ പറഞ്ഞാൽ അത് നമുക്ക് കാണാൻ പറ്റും. ദൂർത്തടിച്ചായിട്ട് തോന്നൂല. അമ്മാതിരി ഒരു മാരക സ്കെയിൽ ഈ സിനിമ എടുത്തു വെച്ചിട്ടുണ്ട്. ഇങ്ങേർക്ക് ഏതൊരു ഡയറക്ടറിനും കണ്ണുടച്ച് എത്ര വേണമെങ്കിലും പൈസ കൊടുക്കാം. നോളനെ പോലെ തന്നെയാണ് ഇപ്പം ഇദ്ദേഹം എന്ന് എനിക്ക് പറയേണ്ടി വരും. കാരണം ഇങ്ങനെ ആ ലെവലിൽ സിനിമ എടുത്തു വെക്കും. എനിക്ക് മാറി ഇഷ്ടപ്പെട്ടൊരു പടമായിരുന്നു ഒബ്ലീവിയനും. എൻ്റെ കിളി പറത്തിയൊരു പടവും കൂടിയാണ്. ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസസ് ഐ ഹാവ് ഹാഡ് ദിസ് ഇയർ. ഇത് ഇന്ന് എൻ്റെ 100-something ആമത്തെ പടമാണ് ഈ കൊല്ലത്തെ. എന്നിട്ട് ഞാൻ പറയുകയാണ്, ദിസ് ഇസ് ഇൻ ടോപ്പ് 3 ആൻഡ് one of the greatest best IMAX experiences, top 10 IMAX experiences ഞാൻ എന്തായാലും ഇത് പറയും. ഇത് കോള പ്രൊജക്ഷൻ അല്ലെങ്കിൽ ഡ്യുവൽ ലേസർ പ്രൊജക്ഷനിൽ കാണാൻ പറ്റിയ ആൾക്കാരോടൊക്കെ എനിക്ക് കടുത്ത അസൂയ. കോള പ്രൊജക്ഷനിലും ലേസറിലും ഡ്യുവൽ ലേസർ പ്രൊജക്ഷനിലൊക്കെ കാണാൻ പറ്റിയവർക്ക് അവരോട് എനിക്ക് പൂത്ത അസൂയാണ്. ഞാൻ ബാച്ചയ്ക്ക് പറയാണ്.
എന്തായാലും ഗംഭീരമായ ഒരു വിഷ്വൽ ട്രീറ്റ് തന്നതിന് ഇതിൻ്റെ ഡയറക്ടറിനും ബ്രാഡ് പിറ്റിനും എല്ലാവർക്കും നന്ദി. ഓരോരുത്തരും അവർക്ക് കൊടുത്തിരിക്കുന്ന റോള് അടിപൊളിയായിട്ട് അഭിനയിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു സ്റ്റോറി ഡ്രിവൻ പടമൊന്നും അല്ല എന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷേ ലാസ്റ്റ് ഒരു സാനുണ്ട് മക്കളെ. അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മുടെ മരണമാസിലാണ് ഞാൻ ഏറ്റവും ചെറിയ ഒരു വലിയൊരു നടൻ്റെ ക്യാമിയോ കണ്ടിരിക്കുന്നത്, ഏറ്റവും കുറഞ്ഞ ദൈർഘ്യത്തിലുള്ള ഒരു ക്യാമിയോ. അതിനെ വെട്ടിച്ചുകൊണ്ട് ഇതിനകത്ത് 1 സെക്കൻഡ് ക്യാമിയോ ഉണ്ട്. 1 സെക്കൻഡ് ക്യാമിയോ, ആ കണ്ണി ചിലപ്പോൾ അടച്ചാൽ നിങ്ങൾ ആ ക്യാമിയോ മിസ്സായി പോകും. ആ ലെവലിൽ ഇതിനകത്തൊരു ക്യാമിയോ ഉണ്ട്. ആരാണെന്ന് ഞാൻ പറയുന്നില്ല. എന്തായാലും പൊളിച്ചടേ, കിടിലം പടം. ഇത് ഐമാക്സിൽ കുറഞ്ഞു ഒരു തിയേറ്ററിൽ നിങ്ങൾ കാണരുത്. ഞാൻ ഇപ്പോൾ കണ്ടിട്ട് നേരെ വന്നിരുന്നിട്ട് കസേരം വലിച്ചിട്ട് ലൈറ്റ് ഓൺ ആക്കിയിട്ട് വീഡിയോ എടുക്കുന്നതാണ്. ഒറ്റ സ്ട്രെച്ച് ഞാൻ പറയണേ, ഈ സാധനം ഒരു രക്ഷയില്ലാത്ത പടം, കിടിലം പടം. അത് സ്റ്റോറി കാരണമോ ഒന്നും കൊണ്ടല്ല, അന്യായ വിഷ്വൽ ട്രീറ്റ് കൊണ്ടാണ് ഇത് എടുത്തു വെച്ചിരിക്കുന്ന. ഷിയർ സ്കെയില്, ഡയറക്ഷൻ, വിഷ്വൽ ആൻഡ് ഓഡിയോ ക്വാളിറ്റി. ഓഡിയോ അപ്പോഴും ഞാൻ പറയാണ്, ദി ബെസ്റ്റ് എക്സ്പീരിയൻസ് എനിക്ക് ഓഡിയോയിൽ കിട്ടിയിരിക്കുന്നത് റാങ്കിങ് നോക്കിക്കഴിഞ്ഞാൽ ഇൻട്രസ്റ്റെല്ലാർ ടോപ്പ്, ഡൂൺ 2 പാർട്ട് 2 ഇൻ ഐമാക്സ്, അതുപോലെ തന്നെ ഏലിയൻ റോമുലസ്, അതൊക്കെയാണ് ഏറ്റവും ദി ബെസ്റ്റ് ഞാൻ പറയുന്നത്. ഇത് തീർച്ചയായിട്ടും ദി ബെസ്റ്റ് സൗണ്ട് എഫക്ട്സ് ഓഫ് ഐമാക്സ് ഒന്നും ഞാൻ പറയില്ല, പക്ഷേ ഇതിൻ്റെ വിഷ്വൽ മേക്സ് അപ്പ് ഫോർ ഇറ്റ്. ഇത് 12 ചാനൽ ഐമാക്സിൽ കാണാൻ കുറച്ചും കൂടി രസമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബ്രോഡ്വേയിൽ പോയി കാണാൻ പറ്റിയ എല്ലാവരോടും കടുത്ത അസൂയ മാത്രം. എന്തായാലും എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഈ സിനിമ വർക്കായി, അടിപൊളിയായിട്ട് ഫീൽ ചെയ്തു. ഞാൻ വീണ്ടും പറയാണ്, ഓൾറെഡി ബുക്ക് ചെയ്തവർ ഗോ ആൻഡ് എൻജോയ്, ബുക്ക് ചെയ്യാത്തവർ വെയിറ്റ് ചെയ്യുക. ലെറ്റ് ദ പ്രൈസസ് കം ഡൗൺ. നമ്മളെ ലൂട്ട് ചെയ്യാൻ അനുവദിക്കരുത് എന്ന് ഞാൻ പറയുകയാണ്. പിന്നെ അവിടുത്തെ ഒരു സംഭവങ്ങളും മാറ്റിയിട്ടില്ല. ഇപ്പോഴും ആ മഞ്ഞ ലൈറ്റ് നമ്മുടെ സംഭവങ്ങൾ സ്ക്രീനിൽ വീഴുന്നുണ്ട്, അതൊക്കെ അങ്ങനെ തന്നെ കിടപ്പുണ്ട്. പക്ഷേ എന്നിട്ടും ഇൻസ്പയർഡ് ഓഫ് ഓൾ ദ ഷോർട്ട് കമ്മിങ്സ്, നിങ്ങളെപ്പോഴും പറയുന്ന പോലെ 52 അടി സ്ക്രീനാണ് വെക്കുന്നത്. പക്ഷേ എനിക്കതൊരു വിഷ്വലായിരുന്നു. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എൻ്റെ സീറ്റാണ് ഞാൻ ഇന്ന് എടുത്ത് വെച്ചത്. എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ നൽകി. സൂപ്പർബ് എക്സ്പീരിയൻസ്. ഐ എം സോ ഹാപ്പി ദാറ്റ് നമ്മുടെ നാട്ടിൽ, ഇവിടെ എൻ്റെ നാട്ടിൽ കൊച്ചിയിൽ ഒരു ഐമാക്സ് ഉണ്ട്. അതുകൊണ്ട് എനിക്കിത് ഈ പറഞ്ഞ ഐമാക്സ് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഈ ഷോ, ഇന്ന് ഈ സിനിമ എനിക്ക് കാണാൻ പറ്റി. 27-ാം തീയതിയാണ് ശരിക്കും ഈ സിനിമ റിലീസ് ചെയ്യണം. ഞാൻ 25-ാം തീയതി ഇന്നാണ് ഈ സിനിമ ഇപ്പോൾ കണ്ടിരിക്കുന്നത്. എന്തായാലും ഇത് ഒരൊറ്റൊരു ഷോ ഉണ്ടായിരുന്നുള്ളൂ. ഭാഗ്യത്തിന് എനിക്ക് ടിക്കറ്റ് കിട്ടി. അതും ബാക്കിയുള്ളവരെടുത്ത പ്രൈസിനല്ലാതെ എനിക്ക് കുറച്ചധികം പ്രൈസ് കുറച്ച് കിട്ടി. ഞാൻ ആദ്യം കയറി എടുത്തുകൊണ്ടും കൂപ്പണൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ടും. സ്പീക്കിംഗ് ഓഫ് കൂപ്പൺ, സിനിപോളിസ് 25 സിനിപോളിസ് ആപ്പിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 100-150 രൂപ എന്തോ കുറച്ച് കിട്ടും. എനിക്ക് കുറച്ച് കിട്ടി 100 രൂപ, 600 സംതിങ് രൂപയാണ് എനിക്കായത്. എന്തായാലും ഫോർ ദാറ്റ് എനിക്ക് തീർച്ചയായിട്ടും ഇറ്റ് ഈസ് ആൻ ഓവർ പ്രൈസ് ടിക്കറ്റ്. പക്ഷേ സങ്കടം തോന്നിയില്ല. ഒരു സിനിമ മോശമായിരുന്നെങ്കിൽ എനിക്ക് സങ്കടം തോന്നിയേനെ. പക്ഷേ സിനിമ ഇത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ആയതുകൊണ്ട് എനിക്കത് സങ്കടം തോന്നിയില്ല ആ പൈസ മുടക്കിയതിൽ. അതാണ് എനിക്ക് തുറന്ന് പറയാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ വീണ്ടും പറയാണ്, എനിക്കറിയാം ഞാൻ ഇത്ര എക്സൈറ്റഡ് ആയിട്ട് പറഞ്ഞു, എന്നാലും ഞാൻ പറയുന്നത് നിങ്ങളുടെ പൈസയ്ക്കും എനിക്ക് അത്യാവശ്യം ഒരു ബഹുമാനവും വാല്യൂ ഉള്ളതുകൊണ്ട് ഞാൻ പറയണം, നിങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക, അപ്പോഴേക്കും ഇതിൻ്റെ പ്രൈസ് കുറയും എന്ന് വിശ്വസിക്കുന്നു. എന്നിട്ട് കാണുകയെന്ന് ഞാൻ പറയും. പൈസ ചിലവാക്കാനുള്ളവർ പോയി കാണുമെന്ന് ഞാൻ പറയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പൈസ ചിലവാക്കാനുള്ളവരും കൂടി പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും പൈസ കുറയില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. എന്തായാലും ഇറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. ഞാൻ AC ഇടാൻ പോലും ഞാൻ കെയർ ചെയ്തില്ല. വന്ന് ഇവിടെ വേർത്ത് വിളിച്ചിരുന്നു ഞാൻ പറയണേ. കാരണം എനിക്ക് എത്രയും പെട്ടെന്ന് ഇത് വന്ന് നിങ്ങളോട് പറയണമെന്നുള്ള ഒരു ഇതിലായിരുന്നു. കാരണം ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ചേട്ടാ സിനിമ ഉണ്ട് ഒട്ടനെ ഞാൻ ഈ വീഡിയോ ഇടണമെന്ന് പറയാം. അതുകൊണ്ടാണ് എന്തായാലും ഞാൻ കൂടുതൽ ഇനി പറയുന്നില്ല. ജസ്റ്റ് ഗോ ആൻഡ് എൻജോയ് ദിസ് മൂവി ഇൻ ഐമാക്സ്. ഡു നോട്ട് മിസ് ദിസ് മൂവി ഇൻ ഐമാക്സ്. അതാണ് എനിക്ക് പറയാനുള്ളത്. വെറുതെ നിങ്ങൾ ലേസർ ഐമാക്സ് അല്ലാതെ കണ്ട ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സീനോൺ ഐമാക്സിലൊന്നും കൊണ്ടുപോയി പൈസ കളയില്ലെന്നും കൂടെ ഞാൻ പറയും. അഥവാ നല്ല പൈസ കുറഞ്ഞ് ടിക്കറ്റ് കിട്ടുകയാണെങ്കിൽ കാണുക. കാരണം ഈ സിനിമ ഫുൾ സ്ക്രീനായിട്ട്, അതായത് 1.90:1 റേഷ്യോയിൽ നിങ്ങൾക്ക് ഐമാക്സിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. PXL, ക്യൂബ് അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ ഒന്നും ഫ്ലാറ്റ് സ്ക്രീനുള്ള ഒരു സ്ഥലത്തും ഫുൾ സ്ക്രീൻ ആവില്ല. മുകളിലടിയും ബ്ലാക്ക് ബാർ ഉണ്ടാവും, ലെറ്റർ ബോക്സിങ് ഉണ്ടാവും. സ്കോപ്പ് സ്ക്രീനാണെങ്കിൽ സ്കോപ്പ് വേർഷനിലേക്കും പ്ലേ ചെയ്യുന്നത്, ഐമാക്സ് ഒഴികെ ബാക്കി എല്ലായിടത്തും സ്കോപ്പിലേക്ക് ഇത് പ്ലേ ചെയ്യുന്നത്. ഇന്ന എക്സ്പീരിയൻസ് അവിടെ കിട്ടില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. അത് ഞാൻ പറയുകയാണ്, ആദ്യം പറയും, ഇന്ന എക്സ്പീരിയൻസ് കിട്ടില്ല. എന്തായാലും ഈ ഐമാക്സിൽ പോകാൻ പറ്റാത്തവർ ഒരു ഗതിയും ഇല്ല പോകാൻ പറ്റില്ല, ഇത് ഒരു രീതിയിൽ അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളവർക്കായിട്ട് എനിക്ക് പറയാനുള്ളത്. എന്നാലും ലേസർ അറ്റ്മോസ് സ്ക്രീനിലെങ്കിലും സിനിമ കാണാൻ ശ്രമിക്കുക.
നോൺ ഐമാക്സ് ആയിട്ടുള്ള DMR വന്നിരിക്കുന്നത് 4K 5.1 ആണ്. 7.1 അറ്റ്മോസ് ഇല്ല. അതും 5.1 IAB ആണ് വന്നിരിക്കുന്നത്. ഒരു നിവർത്തില്ലെങ്കിൽ അതെങ്കിലും മിനിമം ഒരു 4K ലേസർ വിത്ത് അറ്റ്മോസ് സ്ക്രീനിൽ പോയി ഈ സിനിമ കാണണം. അല്ലെങ്കിൽ ഈ സിനിമയോട് നീതി പുലർത്താൻ പറ്റില്ല. ഈ സിനിമ ഉദ്ദേശിച്ച പരിപാടിയുടെ ഒരു 50% പോലും നിങ്ങൾക്ക് കിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഡയറക്ടർ ഇൻറ്റൻറ്റ് ചെയ്ത രീതിയിൽ എനിക്ക് കാണാൻ പറ്റിയത്. ഐ ആം സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ ടു ദ മാനേജ്മെൻറ്റ്. ബട്ട് അപ്പോഴും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അഫോർഡബിൾ ആക്കിയ എന്തോരം പേർക്ക് കൂടുതൽ കാണാൻ പറ്റും, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഭാഗ്യം കൊണ്ട് എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത്, പക്ഷേ എല്ലാവർക്കും ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതും കൂടെ ഞാൻ ഇവിടെ പറയുന്നു. ഓഫർ പ്രൈസ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ സിനിമ ഐമാക്സിൽ കാണാൻ മിസ് ചെയ്യരുത്. എന്തായാലും ഇതൊരു മാസമെങ്കിലും ഓടുമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. പിന്നെ വേറെ കാര്യമുണ്ട്, ഐമാക്സിന് വിൻഡോസ് കുറവാണ്. കാരണം ഒരു ഐമാക്സ് ഇവിടെ ലേസറുള്ളൂ, ഒരു ഐമാക്സ് ട്രിവാൻഡ്രത്തുള്ളൂ, മൊത്തം 2 ഐമാക്സുള്ളൂ. വരുന്ന ആഴ്ചകളിൽ വരുന്ന പടങ്ങളെന്ന് പറഞ്ഞാൽ ജുറാസിക് വേൾഡ്, റീബർത്ത്, അത് പിന്നെ ഐമാക്സിലില്ല, അത് പോട്ടെ നോക്കാം. അത് കഴിഞ്ഞാലും പടങ്ങളുള്ളതുണ്ട്. നമ്മുടെ ഫാൻറ്റാസ്റ്റിക് 4 അത് ഫുൾ സ്ക്രീനാണ്, സ്വിച്ചിങ് പരിപാടിയാണെന്നാണ് കേട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സൂപ്പർമാൻ ഫുൾ സ്ക്രീനാണ്. അത് പിന്നെ ഐമാക്സിൽ മാത്രമല്ല PXL-ലും ക്യൂബിലും എപ്പിക്കിലും എല്ലായിടത്തും PCX എല്ലായിടത്തും ഫുൾ സ്ക്രീനായിരിക്കും എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇത്രത്തോളം അത് തെറ്റാണെന്നറിയില്ല, സിനിമ വരുമ്പോൾ അറിയാം. ഈ ഫിലിംഡ് ഫോർ ഐമാക്സ് എന്നുള്ള ടാഗ് ഉള്ളതുകൊണ്ടാണ് എനിക്കൊരു പേടി. ഇതിന് മുന്നേ വന്ന DC പടങ്ങളൊക്കെ ഫ്ലാറ്റായിട്ടുള്ള പടങ്ങൾ ഫ്ലാറ്റായിട്ട് കഴിഞ്ഞാൽ എല്ലായിടത്തും കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് ഫിലിംഡ് ഫോർ ഐമാക്സ് ടാഗുള്ളതുകൊണ്ട് അത് ഐമാക്സ് എക്സ്ക്ലൂസീവ് ആക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ചെറിയ ഡൗട്ടും ഉണ്ട്. അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ എടുത്ത വീഡിയോസും ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ശരി, പോട്ടെ. ഞാൻ ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല, അപ്പോൾ എന്തായാലും പോയി കഴിക്കട്ടെ. കിഡിൻ എക്സ്പീരിയൻസ്. ഐ ലവ് ദിസ് ഐമാക്സ് എക്സ്പീരിയൻസ്. ഇത് വിൽ ഓൾവേസ് ബി വൺ ഓഫ് മൈ ടോപ്പ് എക്സ്പീരിയൻസസ്. എന്തായാലും കൊച്ചി ഐമാക്സ് കണ്ടതിലും ഏറ്റവും നല്ല എക്സ്പീരിയൻസുകളിൽ ഒന്നായിട്ട് മാറിയിരിക്കുകയാണിത്. ഡെഫിനറ്റ്ലി ഐ ലവ്ഡ് ഇറ്റ്. അപ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. എവിടെയാണ് പോയി കണ്ടത്, എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ ഒരു പ്രീമിയർ കണ്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരും കമൻറ്റ് ചെയ്യുക. ഞാൻ ഒരുപാട് പേരെ മീറ്റ് ചെയ്തിരുന്നു, പക്ഷേ പെട്ടെന്ന് എനിക്ക് ഓടിപ്പോരേണ്ടി വന്നു, കുറച്ച് പേഴ്സണൽ റീസൺസും ഒക്കെ കാരണമായിട്ട്. എന്തായാലും ശരി, എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആയിരുന്നു. രാവിലെ എഴുന്നേറ്റ് കാണുന്നവർക്ക് ഗുഡ് മോർണിംഗ്. നല്ലൊരു ദിവസം ആവട്ടെ. ശരി, ടാറ്റ. 2 DCP ആണ് ഇന്ത്യയിലേക്ക് വാർണർ ബ്രദേഴ്സ് അയച്ചത്. 12 ചാനലും 5 ചാനലും. ഞാൻ 5 ചാനലാണ് കണ്ടത്. അന്യായ ഷാർപ്പായിട്ടുള്ള DCP ആയിരുന്നു. താങ്ക് യു സോ മച്ച് ടു വാർണർ ബ്രദേഴ്സ് ഫോർ ദിസ് അമേസിംഗ് DCP.